എവിടെയാണ് ബ്രിട്ടന് തെറ്റുപറ്റിയത് ചോദ്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ലേഖനങ്ങൾ ടെലഗ്രാഫിലും, ദ ഗാർഡിയൻ, ദ ഇൻഡിപെൻഡന്റ്, ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും അതിൻ്റെ വെബ്സൈറ്റുകളും ഒപ്പീനിയൻസ്, ഇതേപോലെ 100 കണക്കിന് ഒപ്പീനിയൻസ് തരും. എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇത്ര തീവ്രമായിട്ട് ഈ സംഭവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ആൻറ്റി സെമറ്റിക് ഈ രീതിയിൽ വലിയ രീതിയിലാക്കി ഓരോ കൊച്ചു കുട്ടികൾ, പേരൻസ്, പ്രായമുള്ളവർ, അവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടനിലുണ്ടായത്? അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ അദ്ദേഹം പറഞ്ഞു ഇതിനെ ഫെയിൽ ചെയ്യും, കാരണം തെറ്റാണ് പറ്റിയ ആ കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി, അവർ പാകിസ്ഥാൻ ഒറിജിൻ മുസ്ലിം സ്ത്രീയാണ്, മെഹബൂബ, അത് പറയുന്നു ഒരിക്കലും ഇത് തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ സംഭവിച്ചു പോയി. അതായത് വലിയ രീതിയിൽ ബ്രിട്ടനിലെ ഒരു കൂട്ടർ, അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വരുന്നത് ബേസിക്കലി നമ്മൾ ചരിത്രം നോക്കിയാൽ റെഫ്യൂജി ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവർ ഭയങ്കര കേപ്പബിൾ ഉള്ളവരാണ്. ഈ ജൂയിഷ് DNA നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഗ്ലോബലായിട്ട് തന്നെ അവർ വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. സയൻറ്റിസ്റ്റുകൾ, അതേപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ, ഇത് പല രീതിയിലും. ഈ കമ്മ്യൂണിറ്റിയെ ഇത്രമാത്രം രീതിയിൽ ബ്രിട്ടനിൽ ഉണ്ടാകാനുള്ള കാരണം